ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ എൻ്റെ വർണ്ണശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ SSF ജില്ലാ സാഹിത്യ ഉത്സവിലെ ഈ സുന്ദരമായ വേദിയിൽ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണേ. കുറച്ചു നേരം നിങ്ങളുടെ കണ്ണും കാതും ഇങ്ങോട്ട് തിരിക്കണേ. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചൊരു വലിയ മഹാനിൻ്റെ കഥയാണിത്. എൻ്റെ കഥയുടെ പേര് ഹബീബിനെന്തു പറ്റി. അതാ കഅബയുടെ പരിസരത്തൊരു ആൾക്കൂട്ടം. അവിടെ ഒരു ഗംഭീര പ്രസംഗം നടക്കുകയാണ്. പ്രഭാഷകൻ ആരാണെന്ന് അറിയാമോ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. മുസ്ലിംകൾ വെറും 38 പേർ മാത്രമുള്ള സമയമാണത്. മക്കയിലെ ഖുറൈശികളെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ് സിദ്ദീഖ് തങ്ങൾ. പ്രസംഗം കേട്ട് കലി മൂത്ത ശത്രുക്കളിലെ ഖുതുബ എന്ന ദുഷ്ടൻ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുഖത്ത് ആണിത്തെറിച്ച ചെരുപ്പെടുത്ത് ആഞ്ഞടിച്ചു. അടിയുടെ ഊക്കിൽ സിദ്ദീഖ് റളിയല്ലാഹു ബോധം കെട്ടു വീണു. വിശ്വാസത്തിൻ്റെ വെളിച്ചം ജ്വലിച്ചു നിൽക്കുന്ന ആ സുന്ദരമായ മുഖം വികൃതമായി. എല്ലാവരും മരിച്ചു പോയി എന്നു കരുതി. ഉറ്റവർ തങ്ങളാരെ വാരിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഉമ്മയും ഉപ്പയും ഒക്കെ വിളിച്ചു നോക്കി. വിളി കേൾക്കുന്നേയില്ല. വൈകുന്നേരമായപ്പോൾ ബോധം തെളിഞ്ഞു. ഉടനെ ചോദിച്ചു, എൻ്റെ ഹബീബ് എവിടെ? എൻ്റെ ഹബീബിന് എന്തു പറ്റി? ബേജാറോടെ നോക്കി നിൽക്കുന്ന കുടുംബക്കാർക്ക് അതത്ര രസിച്ചില്ല. നീ എന്തെങ്കിലും പോയി ഭക്ഷണം കഴിക്ക്, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അവർ പലതും പറഞ്ഞു നോക്കി. പക്ഷെ മഹാൻ സമ്മതിച്ചില്ല. ഇല്ല, എൻ്റെ ഹബീബിനെ കാണാൻ ഞാൻ ഭക്ഷണം കഴിക്കില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാറുൽ അർഖമിൽ സുരക്ഷിതമായുണ്ടെന്ന് വിവരം കിട്ടിയതോടെ തങ്ങളെ അവിടത്തേക്ക് കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വികൃതമായ മുഖം കണ്ട് വികാര നിർബലമായി വാരിപ്പുണർന്നു. എന്നിട്ട് അവിടുന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. എനിക്ക് ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ, അങ്ങേക്ക് എന്തെങ്കിലും പറ്റുമോ? അതായിരുന്നു മഹാന്റെ ചോദ്യം. നോക്കൂ കൂട്ടുകാരെ, സ്നേഹത്തിൻ്റെ കിതാബിൽ മറ്റാർക്കും എഴുതി ചേർക്കാൻ കഴിയാത്ത വിധം അലിഞ്ഞു ചേർന്ന ഹബീബിൻ്റെയും മെഹബൂബിൻ്റെയും ആ ജീവിതം എന്തു സുന്ദരമായിരുന്നു. എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? അതുപോലെ നമ്മൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.